സലീം കുമാറിനെ കാണുന്നതിനു വേണ്ടി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളുണ്ട്, അയൽക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും സലീം കുമാർ എന്ന മഹാനടനെ ഓർത്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സഹപ്രവർത്തകരുണ്ട്, ഒപ്പം പഠിച്ചവരുണ്ട്. അവരൊക്കെ വളരെ വേദനയോടുകൂടിയാണ് സലീം കുമാർ എന്ന നടനെയല്ല, സലീം കുമാർ എന്ന വ്യക്തിയെ അവർ ഓർത്തെടുക്കുന്നത്, അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഓർത്തെടുക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, അദ്ദേഹത്തെ അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തിക്കും. ഇന്നലെ രാവിലെ ഈ വീട്ടിൽ നിന്നും പോകുന്ന സമയത്ത്, ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ചേതനയേറ്റ ശരീരമായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ ലാഫിംഗ് വില്ലയിലേക്ക് തിരിച്ചെത്തുക എന്നത്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായി. ഇനി അദ്ദേഹത്തിന്റെ വീട്ടിലെ മുന്നിലുള്ള അവിടെ ആയിരിക്കും അദ്ദേഹം ഇനി ഉറങ്ങുക. അത്രയേറെ വേദനയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും മറ്റ് സുഹൃത്തുക്കളും എല്ലാം ഈ ഒരു നിമിഷത്തെ നോക്കിക്കാണുന്നത്. ഇവിടെ വീട്ടിന് മുറ്റത്തായ ഒരു ഭാഗത്താണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ചിത ഒരുക്കിയിരിക്കുന്നത്. ആദ്യമേ തന്നെ, അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തോട്, ഭാര്യയോടും മക്കളോടും ഒക്കെ പറഞ്ഞിരുന്നത് തന്റെ സംസ്കാരം മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊന്നും പാടില്ല എന്നായിരുന്നു അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ചടങ്ങ് തന്നെയാണ്, സംസ്കാരം തന്നെയായിരിക്കും ഇവിടെ നടക്കുക. അദ്ദേഹത്തിന്റെ ചിതാഭസ്മം പോലും പുഴയിലേക്ക് ഒഴുക്കരുതെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും ഇനി സലീം കുമാർ ഇവിടെ ആയിരിക്കും. ലാഫിംഗ് വില്ലയിലേക്ക് വരുന്ന സലീം കുമാറിനെ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത്, അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിലെത്തി കാണാം. അത്രയേറെ വേദനയോടുകൂടി തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ മനുഷ്യനും സലീം കുമാർ എന്ന നടനെ ഓർക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസുമായി വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് നടൻ ദിലീപ്. ഒപ്പം രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധം അത് അത്രയേറെ വലുത് തന്നെയാണ്. പ്രത്യേകിച്ച് ദിലീപ് എന്ന നടനും സലീം കുമാറും ഈ ഒരു കരിയർ, അവരുടെ ഒരു തുടക്കകാലം മുതൽ ഈ മിമിക്രി വേദികളിൽ നിന്നും തുടങ്ങി പിന്നീട് സിനിമയിലേക്കുള്ള ഇരുവരുടെയും ഒന്നിച്ചുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. ആ യാത്രയിൽ ഇവരൊന്നിച്ചുള്ള സിനിമകൾ ഇപ്പോഴും നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. കല്യാണരാമൻ അടക്കമുള്ള സിനിമകൾ നമ്മളെപ്പോഴും ഓർത്തോർത്ത് ചിരിക്കുന്ന, അല്ലെങ്കിൽ അത്രയേറെ സന്തോഷത്തോടുകൂടി മാത്രം ഓർത്തെടുക്കുന്ന ഓരോ ചിത്രങ്ങളാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും അത്രയേറെ നമ്മളുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന, നമുക്ക് അത്രയും പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ തന്നെയാണ്. അങ്ങനെ ദിലീപ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കരിയറിന്റെ, അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമാ ജീവിതത്തിൽ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ആ യാത്രയിൽ ഒന്നിച്ചുണ്ടായിരുന്നവരെല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും നേരത്തെ തന്നെ വീട്ടിലേക്ക് എത്തിച്ചു. വളരെ വേദനയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് അരികിലിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഈ ആരോഗ്യ ബുദ്ധിമുട്ട് ഉണ്ടായതിനു ശേഷം അദ്ദേഹം എപ്പോഴും വീട്ടിൽ തന്നെയാണ്. പൊതുപരിപാടികൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പരിപാടികളിൽ മാത്രമാണ് അദ്ദേഹത്തെ നമ്മൾ പിന്നെയും കണ്ടിട്ടുള്ളത്. സിനിമകളിൽ അദ്ദേഹം സജീവമായിരുന്നില്ല, കാരണം അത്രയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ രാഷ്ട്രീയ വേദികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പല വേദികളിലും അദ്ദേഹം സജീവമായിരുന്നു. അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം കൃത്യമായി പറയുന്ന, തന്റെ രാഷ്ട്രീയ നിലപാട് തുടക്കം മുതൽ തന്നെ തുറന്നടിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു സലീം കുമാർ. അത് പലപ്പോഴും ഈ സിനിമാ മേഖലയിൽ നിന്നൊക്കെ അവസരം നഷ്ടപ്പെടാൻ കാരണമാകുമോ എന്നുള്ളൊരു ഭയം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും സലീം കുമാർ എന്ന നടനെ നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്തു. സലീം കുമാർ എന്ന നടൻ അപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെയാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ സിനിമകൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ ഓർത്തെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഹാസ്യ നടൻ എന്ന രീതിയിലാണ് സലീം കുമാറിനെ നമ്മൾ കണ്ടതെങ്കിൽ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ഒരു മാറ്റം, അതായത് ആദാമിന്റെ മകൻ അബു ആയിക്കോട്ടെ, പെരുമഴക്കാലം ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ, അച്ഛനുറങ്ങാത്ത വീട്, ഈ 3 സിനിമകളിലായിരുന്നു മറ്റൊരു സലീം കുമാറിനെ നമ്മൾ കാണുകയും ഹാസ്യ നടനിൽ നിന്നും നടൻ എന്ന നിലയിലേക്ക് പിന്നീട് നമ്മൾ സലീം കുമാറിനെ അഭിസംബോധന ചെയ്യുക, അല്ലെങ്കിൽ തീർച്ചയായും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നുപോയ സലീം കുമാർ സിനിമയിൽ നിന്ന് നേടിയ സമ്പാദ്യം, അതിലൂടെ നിർമ്മിച്ച വീടാണ് ഈ ലാഫിംഗ് വില്ല. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി നവമി റിപ്പോർട്ട് ചെയ്യുന്നത് ആ വീട്ടിൽ നിന്നുകൊണ്ടാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് നിരവധി ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. ലാഫിംഗ് വില്ലയുടെ പൂമുഖത്ത് പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അവരെല്ലാം ചിരിക്കുന്ന മുഖവുമായാണ് ലാഫിംഗ് വില്ലയിലേക്ക് എത്താറുള്ളത്.
അല്ല എങ്കിൽ ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് മടങ്ങാറുള്ളത്. പക്ഷേ ഇന്ന് അവിടേക്കെത്തിയ ആൾക്കൂട്ടങ്ങളിലൊന്നും അങ്ങനെ ഒരു ചിരി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവരുടെ എല്ലാം ഉള്ളിൽ സലീം കുമാർ എന്ന പ്രിയ കലാകാരനെക്കുറിച്ച് ഓർത്ത് വിതുമ്പുന്ന മനസ്സാണ്. അവരിതാ യാത്രയയക്കുകയാണ്, വിട ചൊല്ലുകയാണ്. ഇനി ലാഫിംഗ് വില്ലയിലേക്ക് ഇതിനു ശേഷം സലീം കുമാറിന് മറ്റൊരു വരവില്ല എന്നവർ തിരിച്ചറിയുകയാണ്. ചിരികളികളുമായി സലീം കുമാറിനെ ഇനി കാണാൻ സാധിക്കില്ല എന്നവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവർ എല്ലാവരും നേരത്തെ തന്നെ ലാഫിംഗ് വില്ലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഭൗതിക ശരീരം അവിടേക്ക് എത്തുന്നതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ആ കണ്ണുകളിൽ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.